പണ്ടൊരിക്കൽ നരൻ, നാരായണൻ എന്നീ മഹർഷിമാർ പരിശുദ്ധ ബദരികാശ്രമത്തിൽ 1000 വർഷം ബ്രഹ്മത്തെ തപസ് ചെയ്ത് വസിച്ചു. ഇവരുടെ അതിഘോരമായ തപസ്സുകൊണ്ട് ഇന്ദ്രൻ ഭയാകുലനായി തീർന്നു. നരനാരായണന്മാർ ഇന്ദ്രപദവി ആഗ്രഹിച്ചാണ് വൻ തപം ചെയ്യുന്നതെന്നും താൻ സ്ഥാനഭ്രഷ്ടനായേക്കുമെന്നും വിചാരിച്ച് ആ ഭീരു മുനിമാരുടെ അടുക്കൽ വന്ന് ഏതെങ്കിലും വരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഇന്ദ്രൻ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടും അവർ അനങ്ങുകയോ ഒരക്ഷരം പോലും ഉച്ചരിക്കുകയോ ചെയ്തില്ല. ഇന്ദ്രന് ഭയം അധികമായി. അതിനാൽ ഭയമോഹാദികളെ ജനിപ്പിക്കുന്ന മായയെ സൃഷ്ടിച്ച് തപോവിഘ്നം വരുത്തുവാൻ ഇന്ദ്രൻ നിശ്ചയിച്ചു. സിംഹം, ആന, പെരുമ്പാമ്പ് മുതലായ ഭീകര ജന്തുക്കളെയും കാറ്റ്, മഴ, കാട്ടുതീ, കൊടുങ്കാറ്റ് മുതലായ പ്രകൃതി വൈചിത്ര്യങ്ങളെയും സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും അവർ കുലുങ്ങിയില്ല. ഇതെല്ലാം കൊണ്ട് നിരാശനായ ഇന്ദ്രൻ കാമദേവനെ വരുത്തി ഒരാലോചന നടത്തി. അതിന്റെ ശേഷം നരനാരായണന്മാരുടെ തപസ് മുടക്കുന്നതിനു വേണ്ടി കാമദേവനും രതീദേവിയും അനേകം അപ്സരസ്സുകളോടുകൂടി ഗന്ധമാദന പർവ്വതത്തിലുള്ള ബദരികാശ്രമത്തിൽ വന്നുചേർന്നു. അവർ കാട്ടിൽ വസന്തകാലം സൃഷ്ടിച്ചു. രംഭ തുടങ്ങിയ സംഗീത രസികകൾ മുനിമാരുടെ മുമ്പിൽ വന്ന് പാട്ടും ആട്ടവും തുടങ്ങി. നരനാരായണന്മാരുടെ ഹൃദയങ്ങൾ വികാരതരളമായി തീർന്നു. അവർ കണ്ണു തുറന്നപ്പോൾ മേനക, രംഭ, തിലോത്തമ, സുകേശിനി, മനോരമ, മഹേശ്വരി, പുഷ്പഗന്ധ, പ്രമധ്വര, ഘൃതാഭി, ചന്ദ്രപ്രഭ, സോമ, വിദ്യുന്മാല, അംബുജാക്ഷി, കാഞ്ചനമാല മുതലായ സ്വർലോക സുന്ദരികൾ അവരുടെ 10,080 തോഴിമാരോടുകൂടി മുൻപിൽ വന്ന് നിൽക്കുന്നു. ക്ഷുഭിതനായ നാരായണമുനി തന്റെ കൈകൊണ്ട് തുടമേൽ മെല്ലെ ഒന്നടിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉത്ഭവിച്ചു. നാരായണന്റെ ഊരുവിൽ നിന്നുണ്ടാകയാൽ ആ ത്രൈലോക്യ സുന്ദരിയുടെ പേര് ഉർവശി എന്നായിത്തീർന്നു. മറ്റുള്ളവരെല്ലാം ആ നൂതന സൃഷ്ടിയെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നുപോയി. തദനന്തരം മറ്റു പല അത്ഭുത സുന്ദരിമാരെയും സൃഷ്ടിച്ചു. നാരായണ മഹർഷി അവരെയെല്ലാം ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ലജ്ജയോടുകൂടി സ്ത്രീകളെ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഉർവശി ദേവലോകത്തിൽ വന്നുചേർന്നു. ഉർവശിക്ക് ദേവലോകത്ത് പാട്ടുകാരിൽ 11ാം സ്ഥാനമുണ്ടായിരുന്നതായി മഹാഭാരതത്തിൽ പറയുന്നു. മേനക, സഹജന്യ, കർണിക, കുഞ്ചികസ്ഥല, ഋതുസ്ഥല, ഘൃതാഭി, വിശ്വാജി, പൂർവചിത്തി, ഉല്ലോജ, പ്രമ്ലോജ ഇവരാണ് പാട്ടുകാരായ മറ്റ് 10 ദേവകന്യകകൾ. നൃത്തത്തിൽ കൂടുതൽ വൈദഗ്ധ്യം സമ്പാദിച്ച ദേവസ്ത്രീകൾ അനൂജാന, അദ്രിക, സോമകേശി, മിശ്ര, അലംഭൂഷ, മരീചി, ശൂജിക, വിദ്യുൽപർണ, തിലോത്തമ, അംബിക, ക്ഷേമ, രംഭ, സുബാഹു, അസിത, സുപ്രിയ, പുണ്ടരീക, സുഗന്ധ, സുരസ, പ്രമാധിനി, കാമ്യ, ശാരദ്വതി എന്നിവരായിരുന്നു. ഉർവശി ദേവകന്യകകളിൽ 1ാം സ്ഥാനം നേടിയത് തന്റെ അതുല്യമായ സൗന്ദര്യത്തിലായിരുന്നു. ബുധന് ഇളയിൽ ജനിച്ച കുമാരനാണ് പുരൂരവസ്. കുമാരൻ വളർന്ന് ഒരു പ്രസിദ്ധ രാജാവായി തീർന്നു. ഈ രാജസിംഹന്റെ പ്രതാപചന്ദ്രിക സ്വർഗലോകത്തിലും പരന്നു. അന്നൊരിക്കൽ ബ്രഹ്മാവ് ഉർവശിയെ "നീ ഭൂമിയിൽ പോയി ജനിക്കുക" എന്ന് ശപിക്കുകയുണ്ടായി. ഉർവശിയെ ശപിച്ചത് ബ്രഹ്മാവാണെന്ന് ദേവി ഭാഗവതത്തിലും മിത്രാവരുണന്മാരാണെന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഉർവശി പുരൂരവസിന്റെ ഗുണഗണങ്ങൾ കർണാകർണികയാ കേട്ടപ്പോൾ തന്നെ ആ രാജാവിൽ അനുരക്തയായി. ആ ദേവസ്ത്രീ ഭൂമിയിൽ എത്തി. പുരൂരവസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. രൂപലാവണ്യം നിമിത്തം ഉടനെ തന്നെ ഇരു കൂട്ടരും മോഹബദ്ധരായി. രാജാവ് ഉർവശിയോട് തന്റെ ഭാര്യയായിരിക്കാൻ ആവശ്യപ്പെട്ടു. ഉർവശി ഇത് സമ്മതിച്ചെങ്കിലും താഴെ പറയുന്ന 3 വ്യവസ്ഥകൾക്ക് വിധേയനായിരിക്കണമെന്ന് അറിയിച്ചു. "ഞാൻ എന്റെ സ്വന്തം പുത്രന്മാരെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന 2 ആട്ടിൻകുട്ടികൾ എന്റെ കൂടെയുണ്ട്. അവയെ യാതൊരു കേടും കൂടാതെ രാജാവ് രക്ഷിച്ചുകൊള്ളണം. 2, ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുവാൻ എന്നെ നിർബന്ധിക്കരുത്. 3, മൈഥുന സമയത്തല്ലാതെ മറ്റൊരവസരത്തിലും
നഗ്നനായി എന്റെ മുമ്പിൽ എത്തിക്കൂടാ. ഈ വ്യവസ്ഥകളെല്ലാം രാജാവ് സമ്മതിച്ചു. അന്നു മുതൽ ഉർവശി രാജാവിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ തന്നെ താമസം തുടങ്ങി. ഉർവശിയും പുരൂരവസും ഒരു നിമിഷം പോലും പിരിയാതെ ദീർഘകാലം കഴിച്ചുകൂട്ടി. അപ്പോഴേക്ക് ദേവലോകത്ത് ഉർവശിയെ അന്വേഷണം തുടങ്ങി. നടനകലയിൽ അദ്വിതീയയായ ഉർവശിയില്ലാത്ത ഇന്ദ്രസദസ്സിൽ ദേവേന്ദ്രന് അല്പം പോലും അഭിരുചിയുണ്ടായില്ല. അന്വേഷണ ഫലമായി ഉർവശി പുരൂരവസിന്റെ കൊട്ടാരത്തിലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ആ ദേവസ്ത്രീയെ ഏതുവിധമെങ്കിലും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ദ്രൻ ഗന്ധർവന്മാരോട് ആവശ്യപ്പെട്ടു. വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ ഉടനെ തന്നെ പുരൂരവസിന്റെ കൊട്ടാരത്തിലെത്തി അവിടെ തക്കവും തരവും കാത്ത് ഇരിപ്പായി. ഒരു അർദ്ധരാത്രിയിൽ ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ മോഷ്ടിച്ച് ആകാശമാർഗേണ കൊണ്ടുപോയി. ആ ഘട്ടത്തിൽ രാജാവ് ഉർവശിയോടുകൂടി അന്തഃപുരത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേട്ട് ഉർവശി പരിഭ്രമിച്ചു. 2 ആട്ടിൻകുട്ടികളെ രക്ഷിക്കാൻ കഴിവില്ലാത്ത രാജാവിനെ ഉർവശി ശകാരിച്ചു തുടങ്ങി. ഉർവശിയുടെ പരുഷവാക്കുകൾ കേട്ടപ്പോൾ രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് വില്ലും അമ്പുമെടുത്ത് ആ രോദന ശബ്ദത്തെ പിന്തുടരാൻ തുനിഞ്ഞു. ഗന്ധർവന്മാർ ഈ അവസരം നോക്കി രാജാവിന്റെ ശയ്യാഗൃഹത്തിൽ ഇടിമിന്നൽ പ്രകാശിപ്പിച്ചു. ആ വെളിച്ചത്തിൽ കൂടെ ഉർവശി കണ്ടത് നഗ്നനായി നിൽക്കുന്ന രാജാവിനെയാണ്. പുരൂരവസ് വില്ലും അമ്പും ധരിച്ച് പുറത്തിറങ്ങുന്നതിന് മുൻപായി തന്നെ ഗന്ധർവന്മാർ കൃതകൃത്യരായി ആട്ടിൻകുട്ടികളെയും വിട്ട് ഓടിക്കഴിഞ്ഞിരുന്നു. ആ ആട്ടിൻകുട്ടികളെയും പിടിച്ചുകൊണ്ട് രാജാവ് നിമിഷ നേരത്തിനുള്ളിൽ അന്തഃപുരത്തിൽ വന്നു. അപ്പോഴേക്കും ഉർവശി കൊട്ടാരം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. രാജാവ് വിഷമിച്ച് ഉർവശിയെ തേടി നാടെങ്ങും തിരഞ്ഞു. ഒടുവിൽ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് പുരൂരവസിന് ഉർവശിയെ ഒരിക്കൽ കൂടി കാണുവാൻ ഇടയായി. രാജാവ് താണുവീണ് ഉർവശിയെ തിരികെ കൊട്ടാരത്തിൽ വരണമെന്ന് കേണപേക്ഷിച്ചു. ഉർവശി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ക്വാബി സഖ്യം ന ച സ്ത്രീണാം വൃകാണാമിവ പാർത്ഥിവ ന വിശ്വാസോപി കർത്തവ്യഃ സ്ത്രീഷു ചൗരേഷു പാർത്ഥിവൈ. സ്ത്രീകൾ ചെന്നായ്ക്കളെ പോലെയാണ്. അവരോട് സഖ്യം ചെയ്യരുത്. സ്ത്രീകളിലും തസ്കരന്മാരിലും രാജാക്കന്മാർ വിശ്വസിക്കുകയും ചെയ്യരുത്. ഇത്രയും പറഞ്ഞ ശേഷം ഉർവശി അന്തർധാനം ചെയ്തു. ഒരു ദിവസം ദേവേന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ച് അസുരയുദ്ധത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി പുരൂരവസ് സ്വർഗത്തിലേക്ക് പോയി. ആ യുദ്ധത്തിൽ മായാധരൻ എന്ന അസുര ശ്രേഷ്ഠനെ കൊന്ന ശേഷം ഇന്ദ്രൻ ഉത്സവം കൊണ്ടാടി. ആ ഉത്സവത്തിൽ ആചാര്യനായ തുമ്പുരുവിന്റെ മുൻപാകെ ആടുന്ന രംഭയുടെ അഭിനയത്തിൽ തെറ്റു കാണുകയാൽ പുരൂരവസ് പരിഹസിച്ചു. രംഭ ഇതുകണ്ട് രാജാവിനെ പരിഹസിച്ചു. രാജാവിന് ഈ നൃത്തത്തെപ്പറ്റി എന്തറിയാമെന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. രംഭയുടെ ഗുരുവായ തുമ്പുരുവിനേക്കാൾ കൂടുതൽ നൃത്തം ഉർവശിയിൽ നിന്നും താൻ പഠിച്ചിട്ടുണ്ടെന്ന് രാജാവ് അഭിമാനത്തോടുകൂടി വ്യക്തമാക്കി. ഇതുകേട്ട് തുമ്പുരു കോപിച്ചു. രാജാവിന് ഉർവശിയുമായി വിരഹം ഉണ്ടാകട്ടെ എന്ന് തുമ്പുരു ശപിച്ചു. അനന്തരം പുരൂരവസ് ദുഃഖത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് പോന്നു. അതിന്റെ ശേഷമാണ് ഗന്ധർവന്മാർ ഉർവശിയെ കൊണ്ടുപോയത്. പുരൂരവസ് ശാപം നീങ്ങുന്നതിനു വേണ്ടി ബദരികാശ്രമത്തിൽ പോയി വിഷ്ണുവിനെ തപസ്സു ചെയ്തു. വിരഹാതുരയായ ഉർവശി ചിത്രത്തിൽ എഴുതപ്പെട്ടവളെന്ന പോലെ ഗന്ധർവന്മാരുടെ കീഴിൽ നിർവികാരയായിരുന്നു. പുരൂരവസിന്റെ തപോനിഷ്ഠയിൽ ഭഗവാൻ പ്രസാദിച്ചു. ഗന്ധർവന്മാർ അവളെ രാജാവിനു തന്നെ കാഴ്ചവെച്ചു. തന്നിമിത്തമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും രാജാവിന് ഉർവശി സമാഗമം ഉണ്ടാകുവാൻ കഴിഞ്ഞത്. കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശി വേർപിരിയാൻ തുടങ്ങിയപ്പോൾ രാജാവിന് വലിയ കുണ്ഠിതമുണ്ടായി. അതുകൊണ്ട് ഉർവശി പറഞ്ഞു: അല്ലയോ രാജാവേ, അങ്ങേക്ക് എന്നോട് ഒന്നിച്ചു തന്നെ വസിക്കണമെങ്കിൽ അങ്ങ് ഗന്ധർവന്മാരെ ഭജിക്കുക. അവർ സന്തുഷ്ടരായി എന്നെ അങ്ങേക്ക് തിരികെ തരും. സങ്കടപ്പെടാതിരിക്കുക. ഞാനിപ്പോൾ ഗർഭിണിയാണ്. അങ്ങ് 1 വർഷം തികയുമ്പോൾ ഈ സ്ഥലത്തു വരണം. അന്ന് ഒരു രാത്രി നമുക്കൊന്നിച്ച് കഴിഞ്ഞുകൂടാം. അന്നും നമുക്കൊരു പുത്രൻ ജനിക്കും. ഇതുകേട്ട് രാജാവ് സന്തുഷ്ടനായി തിരികെ പോന്നു. 1 വർഷം തികഞ്ഞപ്പോൾ രാജാവ് വീണ്ടും കുരുക്ഷേത്രത്തിൽ ചെന്ന് ഒരു രാത്രി ഉർവശിയോടുകൂടി രമിച്ചു. ഉർവശി തദവസരത്തിൽ സുന്ദരനായ ഒരു പുത്രനെ
രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് മറഞ്ഞു. രാജാവ് അവിടെയിരുന്ന് ഗന്ധർവന്മാരെ സ്തുതിച്ചു. ഗന്ധർവന്മാർ രാജാവിന് ഒരു അഗ്നിസ്ഥാലി പ്രദാനം ചെയ്തു. ചിത്തവിഭ്രാന്തി മൂലം ഉർവശി എന്നോർത്ത് അഗ്നിസ്ഥാലിയും എടുത്ത് രാജാവ് കാട്ടിൽ കൂടി നടന്നു. ഒടുവിൽ അഗ്നിസ്ഥാലി കാട്ടിൽ വെച്ച ശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് പോന്നു. അന്ന് ത്രേതായുഗം ആരംഭിക്കുകയും പുരൂരവസിന്റെ മനസ്സിൽ വേദങ്ങൾ മൂന്നായി തോന്നുകയും ചെയ്തു. രാജാവ് വീണ്ടും വനത്തിൽ ചെന്ന് അഗ്നിസ്ഥാലി എടുത്തു. അതിനുശേഷം രാജാവ് അരയാൽ കൊണ്ട് 2 അരമണിക്കോൽ നിർമ്മിക്കുകയും അവയുടെ മധ്യേ സ്വശരീരം വെച്ച് അഗ്നിയുണ്ടാക്കുകയും ചെയ്തു. ആ അഗ്നിക്ക് ജാതവേദസ് എന്ന് പേര് പറയുന്നു. ജാതവേദസ് അങ്ങനെ പുരൂരവസന്റെ പുത്രനായി തീർന്നു. ജാതവേദസിൽ നിന്നും പുരൂരവസ് 3 അഗ്നികൾ ജനിപ്പിച്ചു. അവരിൽ ഒന്നാമത്തേതിന് പ്രണവം എന്നും, രണ്ടാമത്തേതിന് നാരായണൻ എന്നും, മൂന്നാമത്തേതിന് അഗ്നിവർണ്ണൻ എന്നും പേരുകൾ പറയപ്പെടുന്നു. പുരൂരവസന് ഉർവശിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ച 6 പുത്രന്മാർ ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ എന്നിവരാകുന്നു.